ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും പരാജയപ്പെടുന്നുണ്ടോ? നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലായിക്കോട്ടെ, അതല്ലാതെ നിങ്ങളൊരു കാര്യത്തിന് ശ്രമിച്ചു, പക്ഷെ അതിൻ്റെ അവസാന ഘട്ടത്തിയപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയാണ് അതല്ലേ? ഇതൊക്കെ അതായത് ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ച ആളുകളുണ്ടാവും. ഒരു കാലത്ത് ഞാനും അത് അനുഭവിച്ച ആൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് ഈ മന്ത്രം കിട്ടി. അതായത് അദ്ദേഹം മരിച്ചു പോയപ്പോൾ അപ്പോൾ ആ അറിവ് ഞാൻ പരിശീലിച്ചപ്പോഴാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ? അല്ലെങ്കിൽ അതായത് ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ കഴിവുള്ളവരാണ് നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ചില ആളുകളുണ്ടാവും, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ ഈ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. 100% എനിക്ക് ഉറപ്പാണ് ഉണ്ടാവും എന്നുള്ളത്. ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ. സഹായം എന്ന് പറഞ്ഞാൽ എന്താ? പണം കൊണ്ട് മാത്രമല്ല നമുക്കൊരാളെ സഹായിക്കാൻ കഴിയുക. അപ്പോൾ നമ്മളൊരാൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ ആളെ സാന്ത്വനിപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു സഹായമാണ്. അതല്ലെങ്കിൽ ഒക്കെ ശരിയാവും, ഞങ്ങളൊക്കെ കൂടല്ലേ, അങ്ങനെ പറയുന്നത് ഒരു സഹായമാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് സഹായമാണ്. എല്ലാ രീതിയിലും നമുക്ക് ആളുകളെ സഹായിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവുകളെ നിങ്ങളിലേക്ക് പകർത്തുക, നിങ്ങളെ വിജയിപ്പിക്കാൻ ഞാൻ എന്താ പറയുക, ഒരു താങ്ങായിട്ട് കൂടെ നിൽക്കുക. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം, നിങ്ങൾക്ക് പണം വരണം. ഇപ്പോഴത്തെ കാലത്ത് പണം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമല്ല, അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുള്ളവനേ വാല്യൂ ഉള്ളൂ. അപ്പോൾ പണം, ഐശ്വര്യം, വിജയം ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്? ചില ആളുകൾക്ക് ഒന്നും മനസ്സിലാവുണ്ടാവില്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ കുഞ്ഞു സ്റ്റെപ്പായിട്ട് ഇനി ഈ മന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നും ചൊല്ലിക്കോളൂ. രാവിലെ കുളി കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ വൈകുന്നേരത്തെ സന്ധ്യാവന്ദന വേളയിലോ ചൊല്ലിക്കോളൂ. തീർച്ചയായിട്ടും വിജയിക്കും. 108 തവണയാണ് ഞാൻ പറയുന്നത്. പക്ഷേ 108 തവണയൊക്കെ സമയക്കുറവ്, അത്രയും സമയമില്ലാത്തവരുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അതായത് ചൊല്ലിയാൽ ആർക്കാണ് ഫലം? നമുക്ക് തന്നെയാണ് ഫലം കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ചൊന്ന് പ്രയത്നിക്കുക വേണം. ആദ്യമൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും നമുക്ക്. ഏത് കാര്യവും ആദ്യം കുറച്ചൊരു പ്രയാസം തന്നെയാണ്. പക്ഷേ പിന്നീട് നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ അന്നത് ചെയ്തത് എത്ര നന്നായി, അതുകൊണ്ടല്ലേ ഞാൻ ഇന്നിവിടെ എത്തിയത്, ഇതൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ നിങ്ങൾക്കും ഒരു ദിവസം തോന്നും. അപ്പം ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട്, ഇപ്പം ഇന്ന് രാത്രിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് ഒന്നും നോക്കണ്ട, ചൊല്ലിക്കോളൂ. അശുദ്ധിയുള്ള സമയത്ത്, അതായത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്ത് മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കാതിരിക്കാവും നന്നാവുക. അതല്ലാത്ത ഏത് സമയത്തും ചൊല്ലാട്ടോ. 108 തവണ ചൊല്ലിക്കോളൂ. കുഞ്ഞു മന്ത്രല്ലേ. അംബിക അനാദിനിധന അശ്വാരൂഢ അപരാജിത. അംബിക അനാദിനിധന അശ്വാരൂഢ അപരാജിത. ഈ അശ്വാരൂഢ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. അശ്വാരൂഢ മന്ത്രം വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് മന്ത്രം ഞാൻ ചാനലിൽ കൊടുക്കാം. നിങ്ങളൊരു ഫോണിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എഴുതി വെച്ചോളൂ. കാണാതെ പഠിച്ചിട്ട് ചൊല്ലാം. അതായത് നോക്കിയിട്ടല്ല, ഏതും മന്ത്രം ആദ്യം ഹൃദിസ്ഥമാക്കുക, എന്നിട്ട് നമ്മൾ അത് ചൊല്ലി നോക്കുക കേട്ടോ. പിന്നെ ചൊല്ലുമ്പോൾ ഒരു കാര്യം കൂടിയും പറയാണ്ട്, അവിടെ എന്താ ഒരു ഒച്ച നിൽക്കുന്നത്, അതായത് ഫോണിൽ എന്താ നോട്ടിഫിക്കേഷൻ വന്ന്, ഇങ്ങനെയൊന്നും വെച്ചിട്ടാവരുത് നമ്മൾ മന്ത്രവും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതായത് പൂർണ്ണമായിരിക്കും നമ്മൾ ആത്മാർത്ഥത കാണിക്കണം. ഇതുവരെയുള്ള നമ്മളെ ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മൾ കുറേയൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവും നമ്മളെ തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാവുക അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇനി മുതൽ നമ്മൾ ശ്രമിക്കുന്നേ വേണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമ്മൾ വിജയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ. ഇനി നാളത്തെ വീഡിയോ ചിലപ്പോൾ LOA, അതായത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഇതുപോലെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.